രാസ്ത ഒരു സർവൈവൽ ത്രില്ലറാണ്. രാസ്ത ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഒമാനിൽ അവിടെ ഇത് എഴുതിയ ആൾക്കാരെന്നാണ് കേൾക്കുന്നത്. ആടുജീവിതം എന്ന് പറയുന്നത് നമ്മൾ വായിച്ചൊരു സാധനം, അതൊരു വലിയൊരു ക്യാൻവാസിലുള്ളൊരു പടമാണ്. അതുമായിട്ട് ഞാൻ നമ്മൾ കമ്പയർ ചെയ്തിട്ട് പോലുമില്ല. അതിൽ വേറെ റേഞ്ചിൽ നിൽക്കുന്ന വലിയ ആർട്ടിസ്റ്റും വലിയ ഡയറക്ടറും അത് അത്രയും ദിവസങ്ങളെടുത്ത് അത്രയും എഫേർട്ട് എടുത്ത് ചെയ്തൊരു സിനിമയാണ്. അപ്പം അത് ഡെസേർട്ടിൽ അത് നമ്മൾ വായിച്ചിട്ടുണ്ട്. അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു സിനിമയാണ്. സക്രയുടെ ഗർഭിണികൾ ഒരുപാട് ഓടിയ സിനിമ അല്ല, പക്ഷെ അതൊരു നല്ല സിനിമയായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. ഓടിയ സിനിമകളെക്കാളും കൂടുതൽ ചിലപ്പോൾ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ട് കാലത്ത് അതിജീവിക്കുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിലാണ്. അങ്ങനത്തെ ഒരു അതിൻ്റെ ഒരു കണ്ടന്റ് വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളത് എങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നുള്ള രീതിയിലേക്ക്. ഈവൻ കുമ്പസാരം പോലും വലുതായിട്ട് ഓടിയ സിനിമയല്ല, പക്ഷെ എപ്പോഴും അയാളുടെ ജയസൂര്യൻ്റെ ഒരു കരിയറിൽ പെർഫോമൻസ് വൈസും അല്ലെങ്കിൽ ആ സിനിമയുടെ ഇതിലും എനിക്കൊരു നല്ല റെക്കഗ്നൈസേഷൻ കിട്ടിയൊരു പടമാണ് കുമ്പസാരം. രഞ്ജി പണിക്കറിൻ്റെ സ്ക്രിപ്റ്റിംഗ് രീതി എന്ന് പറഞ്ഞാൽ പുള്ളി രാവിലെ ആയി തന്നെ നമ്മൾ കോപ്പി എടുത്തിട്ട് ജോസാറിന് കൊണ്ടു കൊടുക്കുമ്പം അതിലെല്ലാ ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടാവും, ഡീറ്റെയിലിംഗ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ. നമുക്ക് ആ സീനിൻ്റെ മൂഡ് ഉണ്ടാവും, അതിൻ്റെ മുകളിൽ ജോസാർ അത് എടുത്തു വെക്കുന്നത് എന്നുള്ളതാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് വേറെ നരനൊക്കെ വരുന്ന സമയത്ത് ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ കുറവായിരിക്കും. അപ്പം കാരണം അതെ ഓരോരുത്തരുടെ ഓരോ രീതിയാണ്, പക്ഷെ അതിൽ ഹുക്ക് ഉണ്ടാവും, അതിൽ കണ്ടന്റ് ഉണ്ടാവും. അവിടെ കുറെ കൂടി ഫ്രീഡം പിന്നെ ഡയറക്ടർക്ക് കിട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, അത് എവിടെ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു ഫ്രീഡം കൊടുത്തിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് രീതിയാണ്. ദ ക്യൂ ഷോ ടൈമിൽ അനീഷ് അൻവർ, വെൽക്കം. താങ്ക് യു. ഈ മുന്നത്തെ സിനിമകൾ കാണുമ്പോഴേ ഇതിലെല്ലാത്തിലും ഈ ഹ്യൂമൻ ഇമോഷൻ ഭയങ്കര ഡീപ്പായിട്ട് പിടിക്കാൻ എപ്പോഴും ശ്രമിച്ചതായി കണ്ടിട്ടുണ്ട്. ചക്കറി ആവട്ടെ, കുമ്പസാരൊക്കെ പ്രത്യേകിച്ച് ഇമോഷണലി ആളുകളെ ഹുക്ക് ചെയ്യാം, കാണുന്നവർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റണം, ഇവർക്ക് കരയാമെന്ന് ഭയങ്കരമായി കരയണം, ചിരിക്കണം ഭയങ്കര ചിരിക്കണം. ഈ ഇമോഷനിൽ ഭയങ്കര ഹോൾഡ് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. രാസ്തയിൽ വരുമ്പോഴും ആ ഒരു പാത തന്നെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ പേഴ്സണലി എനിക്ക് ഒരു ആസ് എൻ ഓഡിയൻ എനിക്ക് ഇഷ്ടമുള്ളൊരു രീതി അങ്ങനെയാണ്. ഒരു സിനിമ നമ്മളെ ഹുക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിനിമ കണ്ടിറങ്ങി പോകുന്ന സമയത്ത് എന്നെ ആ സിനിമ അങ്ങനെ എപ്പോഴും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സിനിമ എനിക്ക് നല്ല സിനിമയായിട്ട് എപ്പോഴും തോന്നുന്നത്. സക്രയും കുമ്പസാരും ഞാൻ എഴുതിയ സിനിമ ആയതുകൊണ്ടാണ് ഇമോഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് വന്നത്. ഇപ്പോഴും ഞാൻ എൻ്റെ അടുത്ത് കഥ പറയാൻ വരുമ്പം ഞാൻ ആദ്യം ഇപ്പോൾ ഒരു ത്രെഡ് പറഞ്ഞാലും അതിൽ ഇമോഷണലി ഹുക്കാവുന്ന 2-3 സീൻസ് ഉണ്ടോ എന്ന് ഞാൻ നോക്കുക. കാരണം അതാണ് അതിൻ്റെ ഒരു ബാക്ക് ബോൺ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സാധനങ്ങൾ. എന്നാൽ ചില സമയങ്ങളിൽ ഭയങ്കര ഫണ്ണായിട്ടുള്ള സിനിമകൾ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. ഈ ഇപ്പോൾ രാസ്ത വരുമ്പോൾ എന്താണ് രാസ്തയിലെ പ്രത്യേകത, എന്താണ് എക്സൈറ്റ് ചെയ്യുന്നത്? രാസ്ത ഒരു സർവൈവൽ ത്രില്ലറാണ്. രാസ്ത ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഒമാനിൽ അവിടെ ഇത് എഴുതിയ ആൾക്കാരെന്നാണ് കേൾക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ ഇമോഷണലി അങ്ങനെ തുടങ്ങുന്ന ഒരു സിനിമയാണ്, ഒരു ഇമോഷണൽ ട്രാവലാണ്. പിന്നെ ഒരു പെൺകുട്ടിയുടെ അതിലാണ് സിനിമ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഇൻ്റർവെൽ പോയിൻ്റ് എത്തുന്ന സമയത്താണ് സിനിമയുടെ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എന്നെ കൂടുതൽ ആ സിനിമയിലേക്ക് കൊണ്ടുവന്നത്. അപ്പം ഇമോഷന് ഭയങ്കര നല്ല പ്രാധാന്യമുള്ള എന്നാൽ ഒരു ത്രില്ലർ മൂഡിലേക്ക് പോകുന്ന ഒരു സിനിമയായിരുന്നു രാസ്ത. ഇതൊരു സർവൈവൽ ത്രില്ലർ എന്ന് പറയുമ്പോഴും മുന്നേ ചെയ്ത സിനിമകളിലെ ഒരു സ്വഭാവമോ സ്റ്റൈലോ ഒന്നുമല്ലല്ലോ. ഇതിൽ പുതിയൊരു സ്റ്റൈല്, നറേറ്റീവ്, ഇതിനെല്ലാത്തിനുള്ള സാധ്യതകളുണ്ട്. ഈ ഒരു ഗ്യാപ്പിന് ശേഷമാണ് സിനിമ വരുന്നത്, രാസ്തയിലോട്ട് വരുന്നത്. അപ്പം അതിൻ്റെതായ സമയം എടുത്തുള്ള പഠനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ ഒരു വലിയ പഠനങ്ങളൊന്നും ഈ സിനിമക്ക് വേണ്ടിയിട്ടുണ്ടായിട്ടില്ല. കാരണം ഈ സിനിമയുടെ കഥ കേൾക്കുന്നത് ഞാൻ കഴിഞ്ഞ 22 നവംബർ ആ സമയത്താണ്. എനിക്ക് ഷൂട്ട് തുടങ്ങിയത് തോന്നുന്നത് ജനുവരി ലാസ്റ്റ് ആ സമയങ്ങളിൽ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന പഠനങ്ങൾ അത് ഓർഗനൈസ് ചെയ്യാനുള്ള, അത് കോർഡിനേറ്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. കാരണം അവിടെ സിനിമേൻ്റെ ട്രെയിലറും പിന്നെ സോങ്സൊക്കെ ഇറങ്ങിയോണ്ട് ഞാൻ പറയും. അപ്പോൾ അതിൽ നമുക്കൊരു ചലഞ്ചിങ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാൻഡ് സ്റ്റോമിൻ്റെ കുറച്ച് സീക്വൻസുകളുണ്ട്. നമ്മൾ ക്രിയേറ്റീവായിട്ട് ചെയ്യേണ്ട ചലഞ്ചാണ് ഞാൻ പറയുന്നത്. അതല്ലാണ്ടുള്ള ഒരു വലിയ ചലഞ്ച് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ടെറൈനിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ കുറേ നമ്മൾ പെർമിഷൻ്റെ പ്രശ്നങ്ങൾ. ഞാൻ എൻ്റെ സിനിമ കരിയർ തുടങ്ങിയത് ദുബായ് എന്നുള്ള പടത്തിൽ അസിസ്റ്റൻ്റ് ആയിട്ടാണ്. അപ്പോൾ അത് ആ ഒരു ഓർമ്മ എനിക്കുണ്ട്. മാത്രമല്ല ഈ ഒമാനിൽ മുഴുവനായിട്ട് ഷൂട്ട് ചെയ്യുന്ന സിനിമ എന്നുള്ള രീതിയിൽ ഞാൻ ഈ സിനിമയിലേക്ക് എത്താൻ കാരണം എന്ന് പറയുന്നത് ഞാനൊരു 2010-11 ആ സമയത്ത് ഒമാനിൽ തന്നെ പോയിട്ടൊരു 15ഓളം സിനിമകൾ ചെയ്തിട്ടുണ്ട്, ചെറിയ സിനിമകൾ, അവിടുത്തെ മിനിസ്ട്രിക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പം ആ സിനിമ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ആൾക്കാരുടെ പ്രൊഡക്ഷനും അവിടുത്തെ കഥയും അവിടുത്തെ ആർട്ടിസ്റ്റൊക്കെ അഭിനയിച്ചാൽ ഞാൻ ഇവിടുന്ന് എൻ്റെ ഒരു ടീമിനെ സെറ്റ് ചെയ്തിട്ട് പോയതാണ്. അന്ന് നമുക്ക് കുറേ കൂടി ഈസി ആയിരുന്നു, കാരണം അവരുടെ പെർമിഷൻസും കാര്യങ്ങളും അവർക്ക് തന്നെ കിട്ടുന്ന കാര്യങ്ങളുണ്ടായിരുന്നു.
പക്ഷെ ഇത് നമ്മുടെ പൂർണ്ണമായിട്ടും ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് പോകുന്നതുകൊണ്ട് പിന്നെ നമുക്കിപ്പോൾ ഒരു പോലീസ് അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, അല്ലെങ്കിൽ പോലീസുകാരുടെ സീൻ ചെയ്യണം, അല്ലെങ്കിൽ ജയിലിൽ ഷൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ അവിടുത്തെ മിനിസ്ട്രി ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ലായിരുന്നു. പെർമിഷൻസും അപ്പം അതിൻ്റെ ഒരു ചലഞ്ചസും പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള അതെങ്ങനെ ഓവർകം ചെയ്യാമില്ല അങ്ങനെ നമുക്ക് കിട്ടും എന്നൊക്കെ ഉള്ളൊരു അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ സമയങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വന്നത്. ഇതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ അത്ര കണ്ട് പരിചിതമായ ഒരു ലാൻഡ്സ്കേപ്പ് അല്ലല്ലോ മലയാള സിനിമയിൽ. നമ്മൾ അതിന് മാത്രം മരുഭൂമികളോ സാൻഡ് സ്റ്റോമുകളോ ഒന്നും നമ്മൾ അത്രയും യൂസ്ഡ് അല്ല നമുക്കിവിടെ. അതൊരു പുതുമയുണ്ട്. പിന്നെ ഈ മരുഭൂമി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ടോൺ ഒന്നാണല്ലോ. നമ്മളിതിൽ വർക്ക് ചെയ്യുന്നത് ഈ ആക്ടേഴ്സിനെ വെച്ച് മറ്റുമാണ്. ഇതിൻ്റെ ഒരു വിഷ്വൽ സെൻസിൽ ഇതൊന്നാണ്. ഏത് ആംഗിളിൽ വെച്ചാലും ഒരുപോലെ ഇരിക്കുന്ന ലാൻഡ്സ്കേപ്പാണ്. അതൊരു ചലഞ്ചായിരുന്നു ശരിക്കും യൂസ് ചെയ്യാന്നുള്ളത്. അല്ല, വിഷ്വൽസ് ഈ സിനിമയുടെ ഒരു എനിക്ക് തോന്നുന്ന ഒരു പകുതി കഴിഞ്ഞിട്ടാണ് അങ്ങനത്തെ ഒരു ടറയിലേക്ക് ഒരു ഡെസേർട്ട് എന്ന് പറയുന്നൊരു ഇതിലേക്ക് പോകുന്നത്. നമ്മുടെ സിനിമയിൽ ഡെസേർട്ടിൽ ഒരു വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഞ്ച് മാറുന്നതിനനുസരിച്ച് വിഷ്വൽസിൻ്റെ മൂഡ് പോകും, മാറി മാറി വരും. മൂഡ് പോകുന്ന മീൻസ് ഇൻ ദ സെൻസ് നമുക്ക് മാറി മാറി അതിൻ്റെ ഫീൽസ് ഉണ്ടാവും. പിന്നെ നമ്മുടെ എപ്പോഴും നമുക്ക് അതിൽ ബോൾഡായിട്ട് നമ്മൾ ആർട്ടിസ്റ്റിൻ്റെ ഇമോഷൻസ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ ഒരു സബ്ജക്റ്റ് അതിലിങ്ങനെ നമുക്കിപ്പോൾ ഒരൊറ്റ ലൊക്കേഷനിൽ ഒരു ബെഡ്റൂമിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക അങ്ങനെയുള്ള സിനിമകൾ നമ്മൾ ഭയങ്കരമായിട്ട് ത്രില്ലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പിന്നെ നമുക്ക് ഈ ഒരു ഡെസേർട്ടിൻ്റെ തന്നെ ഈ ഡെസേർട്ടിന് ഒരു സ്വഭാവമുണ്ട്. ഡെസേർട്ടിൻ്റെ രാവിലെ ഉച്ച വൈകിട്ട് രാത്രി എന്നൊക്കെ പറയുന്നതിന് പല പല മൂഡുകളാണ് കാറ്റിൻ്റെ. പിന്നെ അത് മാത്രമല്ല അതിൻ്റെ ക്ലൈമറ്റ് ചേഞ്ചസും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ അവിടെ കാണിക്കുന്ന സീൻസിലൊക്കെ അങ്ങനെയുള്ള ആ വേരിയേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിഷ്വൽസിലൊക്കെ ഒരു രസമുണ്ട് എന്നാണ്. ഈ ഡെസേർട്ടിന് ഒരു പ്രത്യേകത ഇല്ലേ? ഈ ഡെസേർട്ടും അങ്ങനെ പെട്ടെന്ന് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് അല്ലല്ലോ. അല്ല, അത് സത്യം പറഞ്ഞാൽ എനിക്കും വലിയ വിശ്വസിക്കാൻ പറ്റാത്ത അതിന്റെ ആ ഡെസേർട്ടിന്റെ ഡെസേർട്ട് അങ്ങനെ തന്നെയാണോ? അതെ 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 അതെ, നമ്മൾ സിനിമയിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഇതിന്റെ റൈറ്റേഴ്സ് ഈ കഥയിലേക്ക് വരുന്നത് തന്നെ അവർ ഒമാനിലുള്ള ആൾക്കാരാണ്. അവർ രണ്ടുപേരുണ്ട്, ഷാഹുലും ഫായിസും. ഷാഹുൽ അവിടുത്തെ ഒരു നേഴ്സാണ്, അവന് സ്വന്തമായിട്ട് ക്ലിനിക്കൊക്കെ ഉണ്ട്. മറ്റേ ഫായിസ് എന്ന് പറയുന്നത് അവർ ട്രാവൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരാളാണ്. അവർ 10-20 വർഷങ്ങളായിട്ട് അവിടെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവിടുത്തെ കഥകളും അവിടുത്തെ ജീവിതങ്ങളും കൂടുതൽ പരിചയമുള്ള രണ്ടാൾക്കാരാണ്. അപ്പോൾ അവർ ഒരു സിനിമ ആഗ്രഹിക്കുന്നവർ ആദ്യമായിട്ടൊരു സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതുമ്പം അവിടെ കണ്ട ലൈഫിൽ നിന്ന് എഴുതിയേക്കുന്ന ഒരു ത്രെഡിൽ നിന്ന് വന്നേക്കുന്ന സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡെസേർട്ടിലുള്ള ഈ മരണങ്ങൾ, ഡെസേർട്ടിൽ എങ്ങനെ ലോക്കാന്ന്, അല്ലെങ്കിൽ ഡെസേർട്ടിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണ അവർക്കുണ്ട്. അതിനെപ്പറ്റി ഒരു സ്റ്റഡി അവർ ഒരുപാട് റെഫറൻസും കാര്യങ്ങളും അവർ ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഡെസേർട്ട് എങ്ങനെ എത്ര വലിയ അപകടകാരിയാവും എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പേഴ്സണലി നമുക്ക് വേറെ സ്ഥലങ്ങൾ പോലെ ഡെസേർട്ട് പോലെ എന്ത് സംഭവിക്കാനാണ്, നമുക്ക് കുറച്ച് വെള്ളം കിട്ടില്ല, അല്ലെങ്കിൽ പിന്നെ ഫുഡ് ഉണ്ടാവില്ല, കുറച്ച് ചൂട് കൂടുതലായിരിക്കും. പക്ഷെ അങ്ങനെ അത് ഒരു ഡെത്തിലേക്ക് എത്തും എന്നുള്ളതിനെ കുറിച്ച് ഉള്ളൊരു പേഴ്സണൽ സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഡെസേർട്ടിനെ കുറിച്ച് റിസേർച്ച് ചെയ്യുന്ന ആൾക്കാർ, വർഷങ്ങളായിട്ട് റിസേർച്ച് ചെയ്യുന്ന ആൾക്കാർ അവിടെ പോയി പെട്ടിട്ട് മരിച്ചു എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതും റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന 22 കഥ കേൾക്കുന്നതിൻ്റെ ഒരു 6 മാസം മുമ്പൊക്കെ അങ്ങനെ ആൾക്കാർ മരിച്ചതിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ അവർ എനിക്ക് കാണിച്ചു തന്നപ്പോഴാണ് ഞാൻ ആ കഥയിലേക്ക് കൺവിൻസ്ഡ് ആകുന്നത്. അതിൻ്റെ ഒരു ലോജിക്ക് എനിക്ക് അത് കൃത്യമായിട്ട് അതൊരു ബോധ്യമാണല്ലോ, എന്നാലും നമുക്കത് കൂടുതൽ ഇതിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഒരു സീരീസ് ആയിട്ട് അങ്ങനെയുള്ള ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് ഒമാനിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അധികം അവർ ന്യൂസിൽ കാണിക്കില്ല. അവിടെ ഉണ്ടാകുന്ന അവിടുത്തെ ടെറൈനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ അവരുടെ ആഭ്യന്തരമായിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു ലോസസോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമേജുള്ളൊരു ന്യൂസുകളും അവർ കാണിക്കില്ല. നമ്മൾ ഈ ഡെസേർട്ടിൻ്റെ പ്രശ്നമല്ലാതെ നമ്മളൊരു 10-20 വർഷം മുമ്പുണ്ടായിരുന്ന അവിടുത്തെ വേറെ കുറേ പ്രശ്നങ്ങളോട് ഈ സിനിമയിൽ പറയുന്നുണ്ട്. അപ്പം അത് ചിലപ്പം എല്ലാവരും അറിയുന്ന കാര്യങ്ങളായിരിക്കില്ല, കുറച്ച് കാലങ്ങളായിട്ട് ഒമാനിലുള്ളവർക്ക് ചിലപ്പോൾ അറിയുന്ന കാര്യങ്ങളായിരിക്കില്ല, പക്ഷെ അതവിടെ നടന്നതാണ് എന്നുള്ളൊരു സംഭവം ഉണ്ട്. ഇതൊരു സർവൈവൽ ത്രില്ലറായിട്ട് വരുമ്പോഴും മലയാളത്തിൽ ഇനിയിപ്പോൾ ബാക്ക് ടു ബാക്ക് സർവൈവൽ ത്രില്ലേഴ്സ് വരുന്നൊരു ടൈം പീരീഡ് കൂടിയാണ്, പ്രത്യേകിച്ച് ആട് ജീവിതം, ഇതെല്ലാം ഡെസേർട്ട് ബേസ് ചെയ്ത് വരുന്നു. ഈ ഒരു പുതിയ ജോണറിന്, അത്രയും യൂസ്ഡ് അല്ലാത്തൊരു ജോണറിന്
നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള സാധ്യതയെ എങ്ങനെ കാണുന്നത് ആസ് എ മേക്കർ ഓഡിയൻ? അല്ല, സർവൈവൽ ത്രില്ലർ എന്ന് പറയുന്നത് എപ്പോഴും ഓൾമോസ്റ്റ് എല്ലാ ഓഡിയൻസിനും ഇഷ്ടമുള്ള ഒരു ജോണറാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ മലയാളത്തിൽ തന്നെ ഇഷ്ടംപോലെ സർവൈവൽ ത്രില്ലേഴ്സ് ഉണ്ട്. പണ്ട് നമ്മൾ മാളൂട്ടി പോലത്തെ, ഇപ്പം പെട്ടെന്ന് പറയുമ്പോൾ ഓർമ്മ വന്നു, ഇപ്പം ഹെലൻ, നമ്മൾ ചെറിയ ലൊക്കേഷനിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു സാധനമാണ് സർവൈവൽ ത്രില്ലർ. ദൗത്യം അങ്ങനെ കുറേ സംഭവമുണ്ട്. ആടുജീവിതം എന്ന് പറയുന്നത് നമ്മൾ വായിച്ചൊരു സാധനം, അതൊരു വലിയൊരു ക്യാൻവാസിലുള്ളൊരു പടമാണ്. അതുമായിട്ട് ഞാൻ നമ്മൾ കമ്പയർ ചെയ്തിട്ട് പോലുമില്ല. അതിൽ വേറെ റേഞ്ചിൽ നിൽക്കുന്ന വലിയ ആർട്ടിസ്റ്റും വലിയ ഡയറക്ടറും അത് അത്രയും ദിവസങ്ങളെടുത്ത് അത്രയും എഫേർട്ട് എടുത്ത് ചെയ്തൊരു സിനിമയാണ്. അപ്പം അത് ഡെസേർട്ടിൽ അത് നമ്മൾ വായിച്ചിട്ടുണ്ട്. അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു സിനിമയാണ്. ടെറൈനൊക്കെ വരുമ്പോൾ ഇത് ഇനി വരുന്ന റിലീസുകളിൽ ബാക്ക് ടു ബാക്ക് ഇത്തരം സിനിമകൾ വരുന്ന സമയം അതിനൊരു തുടക്കം കുറിക്കുന്നത് രാസ്ത കൂടിയാണല്ലോ. തുടക്കം കുറിക്കുന്നത് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ടാവില്ല. ഇപ്പം എനിക്ക് എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് ഒരു സർവൈവൽ ത്രില്ലർ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എനിക്ക് ഓർമ്മ വരുന്നത് മലയാളത്തിൽ ഹെലനാണ്. ഹെലൻ അങ്ങനെ ഒരു സർവൈവിംഗ് ആണല്ലോ. ഈ പറഞ്ഞ മലയും കുഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക് അതെ. പക്ഷെ മലയും കുഞ്ഞിൽ എനിക്ക് തോന്നുന്നത് കുറച്ച് പോർഷൻ്റെ അല്ലേ ഉള്ളൂ. അതെ. ഇത് ഹെലൻ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് പകുതിയിലധികവും അവർ ലോക്കാകുന്ന ഒരു സാധനമാണ്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഈ പോയിന്റില് ഈ സക്രിയയുടെ ഗർഭിണികളുടെ 10 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഞാൻ ഈ പടം കാണുമ്പോൾ അന്ന് തിയേറ്ററിലുള്ളത് മെമ്മറീസ് ഉണ്ട്, നോർത്ത് 24 കാതുണ്ട്. ആ സമയത്താണ് ഈ സിനിമ വരുന്നത്. 10 വർഷം മുന്നോട്ട് ട്രാവൽ ചെയ്തു, മറ്റു സിനിമകൾ ചെയ്യുന്നുണ്ട്. ഇന്ന് റീകളക്ട് ചെയ്യുമ്പോൾ സക്രിയയുടെ ഗർഭിണികളെ എങ്ങനെയാണ് കാണുന്നത്? സക്രിയയുടെ ഗർഭിണികൾ എനിക്ക് തോന്നുന്നത് 2013 ഇറങ്ങിയ പടമാണ്. എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട്, അല്ലെങ്കിൽ അനീഷ് അൻവർ എന്നുള്ള ഡയറക്ടർ എന്നുള്ള രീതിയിൽ എല്ലാവരും പുറത്ത് പറയുന്നൊരു സിനിമ സക്രിയയുടെ ഗർഭിണികളാണ്. 4 സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് അതിൽ 2 സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു. കഥക്കും ഉണ്ടായിരുന്നു, ഡയറക്ഷനും ഉണ്ടായിരുന്നു. പിന്നെ ലാലേട്ടനും സനുഷക്കും ആയിരുന്നു ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. അതെ, ബെസ്റ്റ് ആക്ടർ. സനുഷയ്ക്ക് സ്പെഷ്യൽ ജൂറി ആയിരുന്നു. ഈ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു സിനിമയുടെ വിഷ്വൽ ലാംഗ്വേജിൽ ആളുകൾ ഇംപ്രസ്ഡ് ആയിരിക്കുന്നു. അതിനൊപ്പം തന്നെ ഈ ഇംപ്രഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി തോന്നിയിട്ടുണ്ട് പെർഫോമേഴ്സ് ആണെന്നുള്ളത് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ രാസ്ത വരുമ്പോൾ അഭിനയിക്കുന്നുണ്ട്, ഇപ്പോൾ മറ്റ് ആക്ടേഴ്സ് ഉണ്ട്. ഈ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് സിനിമയുടെ അത് ഭയങ്കര ക്രൂഷ്യൽ ചോയ്സ് ആണല്ലോ. അതിനൊരു ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ്? രാസ്തയിൽ ആക്ച്വലി എന്നെ അഭിനയിക്കാനല്ല, ഞാൻ ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പം അതിൻ്റെ റൈറ്റേഴ്സ് പറയുമ്പോൾ അവരുടെ മനസ്സിലൊരു കാസ്റ്റിംഗ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വലിയ സൂപ്പർ സ്റ്റാർ അങ്ങനെയല്ല, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു 2-4 പേര് എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ അതിൻ്റെ പോയത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇപ്പം 4 പേര് അവിടെ കൊണ്ടുപോകാനുള്ള, പിന്നെ അത് 35 ഡേയ്സോളം അവിടെ വേണം. അപ്പം അങ്ങനെയാണ് അതിലൊരു കോംപ്രമൈസ് പോലെ ഒരു ക്യാരക്ടറിലേക്ക് ഞാൻ വന്നത്. പിന്നെ നമ്മുടെ സിനിമയിലുള്ള ആ 4 ക്യാരക്ടേഴ്സും ആദ്യം മെയിൽ ക്യാരക്ടേഴ്സായിരുന്നു. അതിലൊരാൾ പെൺകുട്ടിയായി, പിന്നെ ഒരാൾ പിന്നെ ഒമാനിലൊക്കെ തന്നെ ഉള്ള അവിടുത്തെ ഒരു ഒമാനിയായിട്ട് തന്നെയാണ് ആ ക്യാരക്ടർ. പിന്നെ വന്നതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ സർജാനോയിലേക്ക്. സർജാനോ ആക്ച്വലി എനിക്ക് ഇഷ്ടമുള്ളൊരു ആക്ടറാണ്. ഞാൻ കുറേ സിനിമ ഒന്നും കണ്ടിട്ടില്ല, 1-2 ഇത് കണ്ട പെർഫോമൻസ് വൈസ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയ ഒരാളാണ്. അത് പിന്നെ അതിൻ്റെ ഒരു പെർഫോമൻസും ഇമോഷൻ്റെ കാര്യങ്ങളും പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഏരിയ ആണ് അത്. സർജാനോൻ്റെ ക്യാരക്ടർ അവൻ പോർട്രേ ചെയ്തേക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഈ അഭിനയവും സംവിധാനവും ഒരേ ടൈമിൽ പോകുന്നത് അതിൻ്റെ രസമുണ്ടോ? രസമുണ്ടോയെന്ന് വെച്ചാൽ ഞാനത് എൻജോയ് ചെയ്തിട്ട് തന്നെ ചെയ്തത്. പക്ഷെ അത് ആക്ച്വലി അത് നല്ല പണിയായിരുന്നേ. കാരണം സാധാരണ ഒരു സിനിമ പോലത്തെ ഒരു സിനിമ അല്ലാത്തതുകൊണ്ട് ഞാൻ ഭയങ്കര ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ സക്ര ചെയ്തതോ, അല്ലെങ്കിൽ സക്രയ്ക്ക് മുമ്പ് മുല്ലമൊട്ട മുന്തിരിച്ചാറിനുള്ള സിനിമയുണ്ട്. തിലകൻ സാറൊക്കെ മരിക്കുന്നതിന് മുമ്പ് അഭിനയിച്ചത്. ഇന്ദ്രജിത്ത് മേനരാജൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബഷീറിൻ്റെ പ്രേമലേഖനം മധുസാറ് ഷീലാമനെ വെച്ച് അഭിനയിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഗ്രാൻഡ് ഫാദർ ജയറാമട്ടൻ്റെ ഇതിലൊക്കെ ചെയ്തത്. പിന്നെ അതുപോലെ കുറേ പരസ്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു എക്സ്പീരിയൻസ് തോന്നിയൊരു സിനിമയാണ് രാസ്ത. അത് ഞാൻ അഭിനയിക്കുന്നത് കൊണ്ടും ഡയറക്ഷൻ ചെയ്യുന്നത് കൊണ്ടും മാത്രമല്ല, ആ ടെറൈനിൽ ഉണ്ടായിരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്ന് ഞാൻ വിളിക്കുന്നില്ല. സ്വാഭാവിക സിനിമയിൽ എനിക്ക് ഇതിനു മുമ്പും പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഞാനത് ഓവർകം ചെയ്ത് പോകുന്നുണ്ട്, നമ്മളത് എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് ഞാൻ അന്ന് വിചാരിച്ചു. പക്ഷേ ആക്ച്വലി ആ ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പം എൻ്റെ ഹെൽത്ത് കണ്ടീഷനും എൻ്റെ മെൻ്റൽ കണ്ടീഷനിലൊക്കെ എനിക്ക് മനസ്സിലായ കാര്യം വെച്ചാൽ നല്ല മാറ്റങ്ങളുണ്ടായിരുന്നു.
അപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അത് നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രോസസ്സാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞതെന്നാണ് രാസ്ത എനിക്ക് മനസ്സിലായത്. ഇതിലിപ്പോൾ ആഡ് ചെയ്ത് ചോദിക്കാനുള്ളത്, ഒരു സമയത്ത് നമ്മൾ സിനിമയെ വാല്യൂ ചെയ്തിരുന്നത് ഈ ലോങ് റൺ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ലോങ് റൺ എന്നുള്ളത് ഭയങ്കരമായിട്ട് ഇല്ലാതായിരിക്കുന്നു. കളക്ഷൻ വൈസ് അല്ലെങ്കിൽ OTT-യിൽ പെട്ടെന്ന് സിനിമകൾ വരുന്നു. അപ്പോൾ ആളുകൾക്ക് ഒരു സിനിമയുടെ ലോങ് റൺ എന്ന് പറയുന്നത് 2 തരത്തിലാണ്. തിയേറ്ററിൽ കാണുന്നു, നെക്സ്റ്റ് ഒരു OTT റിലീസിലും ഈ സിനിമ വീണ്ടും ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ സക്സസ് എന്ന് പറയുന്നതിനെ ഏത് പെർസ്പെക്റ്റീവിലാണ് കാണുന്ന ഒരു മേക്കർ? സക്സസ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പം നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ സക്രയുടെ ഗർഭിണികൾ ചോദിച്ചില്ല. സക്രയുടെ ഗർഭിണികൾ ഒരുപാട് ഓടിയ സിനിമ അല്ല, പക്ഷെ അതൊരു നല്ല സിനിമയായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. ഓടിയ സിനിമകളെക്കാളും കൂടുതൽ ചിലപ്പോൾ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ട് കാലത്ത് അതിജീവിക്കുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിലാണ്. അങ്ങനത്തെ ഒരു അതിൻ്റെ ഒരു കണ്ടന്റ് വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളത് എങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നുള്ള രീതിയിലേക്ക്. ഈവൻ കുമ്പസാരം പോലും വലുതായിട്ട് ഓടിയ സിനിമയല്ല, പക്ഷെ എപ്പോഴും അയാളുടെ ജയസൂര്യൻ്റെ ഒരു കരിയറിൽ പെർഫോമൻസ് വൈസും അല്ലെങ്കിൽ ആ സിനിമയുടെ ഇതിലും എനിക്കൊരു നല്ല റെക്കഗ്നൈസേഷൻ കിട്ടിയൊരു പടമാണ് കുമ്പസാരം. പിന്നെ അത് സക്സസ് നമ്മൾ കമ്പയർ ചെയ്യുന്നല്ല കേട്ടോ. നല്ല വലിയ ഡയറക്ടേഴ്സ്, ഇപ്പം പത്മരാജനെ പോലത്തെ ഡയറക്ടേഴ്സിൻ്റെ പടങ്ങളൊന്നും വന്ന് ഒരു ലോങ് റണ്ണ് കിട്ടിയ പടമല്ല എന്നാണ് ഞാൻ കേട്ടറിഞ്ഞത്. നമ്മൾ ചെറിയ ഇതിലുള്ളതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഇന്ന് ഭയങ്കര കൊണ്ടാടപ്പെടുന്ന പടങ്ങൾ അതൊക്കെയല്ലേ. സക്സസ് എന്ന് പറയുന്നത് എപ്പോഴും കാലത്ത് അതിജീവിക്കുന്നത് തന്നെ ആയിരിക്കും കൂടുതൽ. അല്ലാത്തതുകൊണ്ട് ഇപ്പം ഇവിടെ നമുക്ക് ഭയങ്കര ഒരു ഫെസ്റ്റിവലിൽ കൊണ്ടാടപ്പെടുന്ന പടങ്ങളും ഉണ്ട്, അതും സക്സസ് തന്നെയാണ്. സക്സസിന്റെ ഭാഗങ്ങൾ ഈ ഡയറക്ടർ ഒരു സാറ്റിസ്ഫാക്ഷൻ പോയിന്റ് എവിടെ ശരിക്കും അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. പർപ്പസ്ഫുള്ളി നല്ല സിനിമകൾ ഫെസ്റ്റിവൽസിനൊക്കെ വന്ന് പുറത്തെ പടങ്ങളും എല്ലാം കാണുന്ന ഡയറക്ടേഴ്സും, പക്ഷെ അവരെപ്പോഴും ഒരു സിനിമ ഉണ്ടാക്കുന്ന സമയങ്ങളിൽ ചിലപ്പോൾ ഒരു കമേഴ്ഷ്യൽ ആസ്പെക്ട്സിൽ അല്ലെങ്കിൽ ഓഡിയൻസിന് എന്താ വേണ്ടതെന്നുള്ള രീതിയിൽ മാത്രം സിനിമ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അത് ഓരോ ഡയറക്ടേഴ്സിനും ഓരോ കാഴ്ചപ്പാടായിരിക്കും. ഈവൻ ഞാൻ കൺഫ്യൂസ് ആകുന്ന ഒരു ഏരിയ ആണത്. നമ്മൾ അടുത്ത സിനിമ ചെയ്യുമ്പോൾ ഓഡിയൻസിന് വേണ്ടി ഉണ്ടാക്കണോ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കണോ എന്നൊക്കെ ഉള്ള ഒരു സാധനം ഉണ്ട്. നമ്മളൊരു കൃത്യമായ ഒരു നല്ലൊരു ലേബലിൽ എത്തിക്കഴിഞ്ഞാൽ, ഒരു ഇതിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എന്തും നമുക്ക് വെക്കാൻ പറ്റും. അല്ല അതുവരെ നമ്മളെപ്പോഴും അവരുടെ ഒരു ടേസ്റ്റും കൂടെ നോക്കി ആ ഒരു നമ്മളെ ബിൽഡ് ചെയ്ത് ഒരു അതെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ശരിയാണ്, അല്ലെങ്കിൽ അതാണ് നമ്മൾ കാണേണ്ട സിനിമ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഓഡിയൻസിനെ മാറ്റാൻ പറ്റും. അങ്ങനെയുള്ള ഡയറക്ടേഴ്സ് ഉണ്ട് ഇപ്പം പുതിയതായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് സംഭവം. ഈ സക്രിയയിൽ കണക്ട് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ, സക്രിയ വരുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു നറേറ്റീവ് സ്റ്റൈലില് ഭയങ്കര പുതിയതായിരുന്നു. ഇതിൽ ഈ 4 ഗർഭിണികൾ, ഒരു ഡോക്ടർ, ഇവരുടെ ഇടയിലത്തെ ഫുൾ കോൺഫ്ലിക്റ്റുകൾ, എസ്പെഷ്യലി സനുഷയുടെ ക്യാരക്ടർ, ഇത് എൻഡിൽ ഇത് റിവീൽ ചെയ്യുന്നത്, ഇത് ഈ പറഞ്ഞ പോലെ അത്ര യൂസ്ഡ് അല്ല ഓഡിയൻസ്. അതിൻ്റെതായ ടെൻഷൻ ഉണ്ടായിരുന്നു ഈ റിലീസിന് മുന്നേ. ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് പുതിയൊരു സംഭവം ആളുകൾക്ക് ഫീഡ് ചെയ്ത് കൊടുക്കാന്ന് പറയുന്നത്. ഇല്ല, സത്യം ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് റിലീസ് ചെയ്യുന്ന സമയങ്ങളിൽ എൻ്റെ ആദ്യ സിനിമയും സക്രയുടെ ഗർഭിണിയിൽ കുമ്പസാരം, ഒരു പടത്തിനും റിലീസിങ് സമയത്ത് എനിക്ക് ടെൻഷൻ ഉണ്ടാവാറില്ല കേട്ടോ. അത് എനിക്ക് ചെയ്യുന്നവരത് തിയേറ്ററിൽ എത്തുന്നവരെ നമ്മൾ വിചാരിച്ച പോലെയൊക്കെ എത്തിയോ അങ്ങനെയൊക്കെയുള്ള കുറച്ച് നമ്മുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ടുള്ള അത് തീർക്കാൻ പറ്റുക എന്നുള്ള ഒരു ടെൻഷൻസ് മാത്രമേ ഉണ്ടാവും. അത് തീർത്ത് അവിടെ തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി ബോധർ ചെയ്യാറില്ല, അല്ലെങ്കിൽ അത് പോയി കണ്ട് എന്താണ് ആൾക്കാർ പറയുന്നതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാറില്ല. സക്രിയയുടെ ഗർഭിണികൾ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഫസ്റ്റ് ഷോ ഒക്കെ നടക്കുന്ന സമയത്ത് ഞാൻ എന്തോ വേറെ എവിടെയോ ആയിരുന്നു ആ സാധനത്തിൽ. അപ്പം അങ്ങനത്തെ ഒരു സബ്ജക്ട്, പക്ഷെ എനിക്കത് ഇഷ്ടമായിരുന്നു. ഞാൻ എഴുതിയ 2 സാധനങ്ങളിലും, കാരണം ഞാൻ അതിൽ എഴുത്തിൽ സാറ്റിസ്ഫൈ അല്ലെങ്കിൽ ആ തോട്ടിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ട് പൂർണ്ണമായിട്ടാവുമ്പോഴാണ് ഞാനത് സിനിമയാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അത് എഴുതിയ സമയം തന്നെ ഞാൻ പൂർണ്ണമായിട്ട് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അത് ഷൂട്ട് ചെയ്തു, അത് കംപ്ലീറ്റ് ആക്കി. പിന്നെ അതിനെ പറ്റി ആൾക്കാർ എന്ത് പറയുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. ഈ വിഷ്വൽ സ്റ്റൈലിലൊക്കെ അതിൽ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ രാസ്ത പറയുന്നു ദുബായിൽ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസിന് സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഈ ജോഷി സർ സ്കൂൾ ഓഫ് ഫിലിം മേക്കിംഗ് ഉണ്ടല്ലോ, ഈ വലിയ ക്യാൻവാസിൽ സിനിമകൾ ചെയ്യുന്നു. ഇപ്പോൾ രാസ്തയിൽ ഈ പറഞ്ഞ വൈറ്റ് ഷോട്ടുകൾ ഒരുപാട് ഉണ്ടാവുമായിരിക്കും. ഈ ട്രെയിലർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നൈറ്റ് വിഷ്വലിലാണ്. അപ്പോൾ ഈ ജോഷി സർ സ്കൂൾ ഓഫ് ഫിലിം മേക്കിങ്ങിൻ്റെ ഒരു ടേക്ക് അവേ എന്തായിരിക്കും? ഞാൻ അറിയാണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്നൊരു രീതിയാണത്. അത് എനിക്ക് ടേക്കിംഗ് വൈസൊക്കെ ഇപ്പം ഒരു മേക്കർ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ ഇപ്പം നമ്മൾ തുടക്കകാലത്ത് എല്ലാവരും എന്നെ കമ്പയർ ചെയ്യുമ്പം നല്ല ടേക്കിങ്സ് ആണെന്ന് പറയും. കാരണം നമ്മളിപ്പം ജോഷി സാറിൻ്റെ സ്കൂളിൽ നിന്ന് പഠിച്ച ഒരു സീൻ തന്നെ ചിലപ്പം 10 ചെറിയ 2 പേജുള്ള സീൻസ് എല്ലാം ഒരുപാട് ഷോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് അന്ന് എടുക്കുക. അപ്പം ഞാൻ കണ്ട് വന്നുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങനെയാണ് ഒരു സീൻ ട്രീറ്റ് ചെയ്യുന്നുണ്ട് വിഷ്വൽ ചെയ്യുന്ന സമയങ്ങളിൽ. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ ജോഷി സാറായിട്ട് വിട്ട് പിന്നെ നമ്മൾ വേറെ കുറേ സിനിമകൾ കാണാൻ തുടങ്ങി. വേറെ ഒരു 10ഓളം ഡയറക്ടറുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഭദ്രൻ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു.
അത് കഴിഞ്ഞ് പുതിയ കുറേ ഡയറക്ടേഴ്സിൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു. അപ്പം മാറി മാറി വന്നു. പിന്നെ പർപ്പസ്ഫുള്ളി ഒരു സീൻ ജോയ് സാറ് എടുക്കുന്ന പോലെ എടുക്കണം അങ്ങനെ വിചാരിക്കാറില്ല. ഇപ്പോഴും ഒരു സീൻ എത്ര ക്രൂഷ്യലായിട്ടുള്ള സീനാണെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള സീൻ ഉണ്ടെങ്കിലും ഞാൻ ഒന്നും പ്ലാൻ ചെയ്യില്ല. രാവിലെ നമ്മൾ ലൊക്കേഷനിലേക്ക് പോകുമ്പം വണ്ടിയിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ആ സീൻ ഒന്ന് മനസ്സിൽ ഇതാക്കുക. അപ്പം അവിടെ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് നടക്കുമ്പോൾ എനിക്കൊരു ഷോട്ട് ഇത് എവിടെ തുടങ്ങാമെന്നുള്ളൊരു ഷോട്ട് ഉണ്ടാവും. ആ ഷോട്ടിന് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻസും ഉണ്ടാവും. പക്ഷെ ആ ഷോട്ട് ഞാൻ ഫ്രെയിം കണ്ട് മോണിറ്ററിൽ കണ്ട് ആ ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഫ്ലോയിൽ അങ്ങ് പോകും. അത് ചിലപ്പോൾ നമ്മൾ അറിയാതെ ജോയ് സാറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എൻ്റെ ഉള്ളിലുണ്ടാവും. ഞാൻ കണ്ട സിനിമകളുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഞാനെന്ന പ്രേക്ഷകൻ്റെ എനിക്കെങ്ങനെയാണ് അത് വർക്കാവുന്നത് ആ രീതിയിലായിരിക്കും ഉള്ള ഷോട്ടുകൾ. അവിടെ ക്ലോസ് വേണോ, അവിടെ ഇത് വേണോ, അങ്ങനെയുള്ള രീതികളിലൊക്കെ പോകുന്നത്. ഇത് പറഞ്ഞപ്പോൾ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുക, ഇതിൻ്റെ ഈ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ ഇതിനപ്പോൾ കൃത്യമായിട്ട് എന്തായിരിക്കണം ഷൂട്ട് ചെയ്യണം അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് എടുക്കാറില്ല? ഒരിക്കലും ഞാൻ ചെയ്യാറില്ല. എന്തായിരിക്കും ഷൂട്ട് ചെയ്യണമെന്നല്ല, എന്താണ് കഥ, ഈ സീൻ കണ്ടന്റിൽ ഞാൻ എപ്പോഴും കോൺഷ്യസ് ആയി. വിഷ്വൽസ് എനിക്ക് ലൊക്കേഷൻ ഫിക്സ് ആയിരിക്കണം. ലൊക്കേഷൻ ഉണ്ടാകും. ആ ലൊക്കേഷൻ നമ്മൾ കണ്ട് ഇപ്പോൾ ഡെസേർട്ടിൽ തന്നെ നമുക്കൊരു 10-20 സീനുണ്ട്. അപ്പം ഞാൻ കണ്ട് നമ്മൾ ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് അറിയാം. ചിലപ്പോൾ നമ്മൾ കാണുന്ന പോലെ ആയിരിക്കും. ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ ഒരു മൂഡ് വേറെ ആയിരിക്കും. ചിലപ്പോൾ അതിൻ്റെ ക്ലൈമറ്റ് പിന്നെ എല്ലാ രീതിയിലും മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് പ്ലാൻ ചെയ്തിട്ടൊന്നും പോയി കഴിഞ്ഞാൽ നമ്മൾ ആ കൺഫ്യൂഷൻ ആവും. ഇപ്പം ഞാൻ പറയാൻ വെച്ചാൽ ഞാൻ ഫസ്റ്റ് സിനിമ ചെയ്യുമ്പോൾ പോലും നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു ലൊക്കേഷനിൽ പോകുമ്പം ചിലപ്പം ആ ആർട്ടിസ്റ്റ് വന്നില്ല, അല്ലെങ്കിൽ ആ ലൊക്കേഷൻ കംപ്ലീറ്റ് മാറിക്കഴിഞ്ഞാൽ ആ ഉള്ള സംഭവങ്ങൾ വെച്ചിട്ട് ആ സീൻ എങ്ങനെ നമ്മൾ എടുക്കുക എന്നുള്ളത് അത് എനിക്ക് കിട്ടിയ സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരു സാധനമാണ്. അപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് എന്താണ് മാറ്റങ്ങൾ വരുത്തുക ചെയ്യുക എന്നുള്ള രീതിയിലാണ് പോകാറ്. ഈ സിനിമാ മോഹങ്ങൾ, ആഗ്രഹങ്ങൾ ഇതിൻ്റെ ഒരു തുടക്കം ഉണ്ടാവില്ലേ? അതെവിടെ നിന്നാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്? ഒരു സിനിമയാണോ? അല്ല, അത് ഒരു സിനിമ എന്നുള്ളതല്ല, അത് അറിയാതെ നമ്മളിലേക്ക് അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഏത് മൊമെൻറ്റിലാണ് എനിക്ക് സിനിമയിൽ ആഗ്രഹം വന്നതെന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നൊരു 6th 7th വളരെ ചെറിയ ഒരു 5 വയസ്സ് 6 വയസ്സിൻ്റെ ഓർമ്മയിൽ എൻ്റെ ഫാമിലിൻ്റെ കൂടെ, നമ്മളൊരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയാണ് തലശ്ശേരി, അവരുടെ കൂടെ തിയേറ്ററുകളിൽ പോയിട്ടുണ്ട്. അതല്ലാതെ എനിക്ക് തോന്നുന്നത് ഞാനൊരു 7th പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ക്ലാസ് കട്ട് ചെയ്തിട്ട് സിനിമക്ക് പോകുന്നത്. പിന്നെ അതൊരു അർഹത എന്നുള്ള ലാലേട്ടൻ്റെ പടമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് സിനിമ കാണലായി. അതാണ് ഒരു എന്തായാലും വൺസ് ഇൻ എ വീക്ക് പോയിട്ടൊരു സിനിമ കാണും. പിന്നെ എല്ലാത്ത സ്കൂൾ ഡേയ്സിലും ക്ലാസ് കട്ട്, കാരണം ഞാൻ എൻ്റെ സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെ 2-3 തിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ സിനിമകൾ കണ്ടു. അന്നത്തെ ക്രേസ് ക്രിക്കറ്റൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു എനിക്കൊന്ന് +2 ആകുന്ന സമയത്താണ് പൂർണ്ണമായിട്ടും സിനിമയിലേക്ക് അസിസ്റ്റന്റ് ആവണം എന്നുള്ള രീതിയിലേക്ക് വന്നത്. പിന്നീട് അവിടെ നിന്നാണ് ഈ ട്രാവൽ വന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സിനിമ കാണുമ്പോഴേ പല പോയിന്റുകളിലാണല്ലോ ഓഡിയൻസ് ഹുക്ക് ആവുന്നത്. ഇപ്പൊ രാസ്തയിലാണെങ്കിലും ഈ പറഞ്ഞ സർവൈവൽ എന്നുള്ളൊരു പോയിന്റിൽ അതിലൊരു ഈ പറഞ്ഞ ആളുകൾക്ക് ഇവർ രക്ഷപ്പെടില്ലേ ഈ കൺഫ്യൂഷനിൽ പോകുന്ന സമയങ്ങളുണ്ടാവാം. അതിലൊരു ഹുക്കുണ്ട്. ഈ പറഞ്ഞ കുംഭസാരത്തിലാണെങ്കിൽ ഈ ജയസൂര്യയുടെ ക്യാരക്ടർ ഇനി അയാളുടെ മാനസികാവസ്ഥ എങ്ങോട്ടാണ് പോകുന്നത്, ഏത് റൂട്ടിലൂടെ ഇയാൾ പോകും, മകൻ്റെ കാര്യങ്ങളും മകനെ സേവ് ചെയ്യണം, സെൽഫിഷായിട്ട് ഇയാളുടെ തീരുമാനങ്ങൾ എന്തായിരിക്കാം, ആ ഹുക്കുണ്ട്. സക്രയിലാണെങ്കിൽ ക്ലൈമാക്സിൽ ഭയങ്കരമായ ഹുക്ക് തരുന്നുണ്ട്, ഇത് റിവീൽ ചെയ്യുന്ന രീതി. ഈ എഴുത്തിൽ ഇപ്പോൾ ആദ്യം പറഞ്ഞാൽ 2 സിനിമകൾ എഴുതിയതാണ്, സ്വന്തം എഴുതിയതാണ്. രാസ്ത മറ്റൊരു തിരക്കഥയിൽ മേക്കിംഗ് സിനിമയാണ്. ഓഡിയൻസിന് ഹുക്ക് ചെയ്യണ പോയിന്റുകൾ അത് ഈ എഴുത്തിൽ തീരുമാനിക്കുന്നതാണോ, സിനിമ ഗ്രാജുവലി ഗ്രോ ചെയ്യുമ്പോൾ ഉള്ള തീരുമാനങ്ങളാണോ? രണ്ടിലും ഉണ്ടാവും. എഴുത്തിൽ ഒരു ഹുക്ക് വേണം. സംഭവങ്ങൾ എഴുത്തിൽ ആ ഹുക്ക് ഈ രാസ്തൊക്കെ എനിക്കത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബാക്കി ഞാൻ ഇതായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ചില പടങ്ങളുടെ നമുക്ക് മനസ്സിലാവും ഇത് നമ്മൾ എത്ര വിഷ്വൽ ചെയ്യുന്നതിനൊരു പരിമിതി ഉണ്ട്. നമുക്ക് ആ സ്ക്രിപ്റ്റിൽ തന്നെയാണ് അതിൻ്റെ ഹുക്കും അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടത്. നമുക്ക് അതാണ് ഒരു അടിത്തറ. പേപ്പറിൽ കൃത്യമായിട്ടൊരു സാധനം വേണം. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലോ അതിൻ്റെ മേക്കിംഗ് ഇപ്പം സ്ക്രിപ്റ്റ് എഴുതുന്ന തന്നെ ഞാനൊരു ഉദാഹരണം പറയട്ടോ. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം. ഞാൻ ഈ ഫസ്റ്റ് വർക്ക് ചെയ്യുന്ന എല്ലാം രഞ്ജി പണിക്കറിൻ്റെ സ്ക്രിപ്റ്റിലാണ്, ജോയ് സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിരിക്കുന്നു. അപ്പോൾ അടുത്തിൽ എനിക്ക് തോന്നുന്നത് രഞ്ജിയേട്ടൻ രാവിലെ എഴുന്നേറ്റിട്ട് ഇപ്പം നമ്മൾ ലാലേട്ടൻ്റെ പടം പ്രജ ഷൂട്ട് ഭയങ്കര ഡയലോഗ് ഓറിയന്റഡ് പടമല്ലേ. അപ്പോൾ അത് എന്താണ് സംഭവിച്ചത് എൻ്റെ ഓർമ്മയിൽ അവരുടെ പറയാൻ വെച്ചാൽ നമ്മൾ ദുബായ് ഷൂട്ട് ചെയ്തപ്പോൾ ദുബായ്
ഇറങ്ങുന്നത് നമ്മളന്ന് ഫോർട്ട് കൊച്ചിയിൽ ഒരു പ്രജയുടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദുബായ് ഇറങ്ങുന്നത്. അപ്പോൾ ദുബായ് ഇറങ്ങിയ സമയത്ത് ഭയങ്കര എക്സ്പെക്ടേഷനിൽ വന്നൊരു പടം, വലിയൊരു പടമാണല്ലോ, അന്നത്തെ ഏറ്റവും വലിയ സിനിമയാണ്. അപ്പം അതിൽ രഞ്ജി പണിക്കറും ജോയ് സാറും കൂടി അതിൽ മുമ്പ് എഴുതിയ പത്രം, ലേലം എന്ന് പറയുന്ന സിനിമകളുടെ ഉണ്ടായിരുന്ന പിന്നെ അത്ര ഡയലോഗ് ഇല്ലായിരുന്നു ദുബായിൽ. അത് വിഷ്വലിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പം സാധാരണ ഓഡിയൻസ് പ്രതീക്ഷിക്കുന്ന ആ ഡയലോഗ്സ് അതിൽ കുറവാന്ന് പറഞ്ഞപ്പം അറിയാണ്ട് വന്നായിരിക്കാം പ്രജയിൽ അപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര രസമായിട്ട് പോയൊരു പടമാണ് പ്രജ. അപ്പം നമുക്ക് ആ രഞ്ജി പണിക്കറിൻ്റെ സ്ക്രിപ്റ്റിംഗ് രീതി എന്ന് പറഞ്ഞാൽ പുള്ളി രാവിലെ എഴുതുന്ന നമ്മൾ കോപ്പി എടുത്തിട്ട് ജോയ് സാറിന് കൊണ്ട് കൊടുക്കുമ്പം അതിലെല്ലാ ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടാവും, ഡീറ്റെയിലിംഗ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ. നമുക്ക് ആ സീനിൻ്റെ മൂഡ് ഉണ്ടാവും. അതിൻ്റെ മുകളിൽ ജോയ് സാർ എടുത്തു വെക്കുന്നത് എന്നുള്ളതാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് വേറെ നരനൊക്കെ വരുന്ന സമയത്ത് ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ കുറവായിരിക്കും. അപ്പം കാരണം അതെ അതെ ഓരോരുത്തരുടെ ഓരോ രീതിയാണ്. പക്ഷെ അതിൽ ഹുക്ക് ഉണ്ടാവും, അതിൽ കണ്ടന്റ് ഉണ്ടാവും. അവിടെ കുറെ കൂടി ഫ്രീഡം പിന്നെ ഡയറക്ടർക്ക് കിട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, അത് എവിടെ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു ഫ്രീഡം കൊടുത്തിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് രീതിയാണ്. രാസ്തൻ്റെ എനിക്ക് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാസ്തയിൽ നമുക്ക് അങ്ങനെ പിന്നെ ഫ്രീഡത്തിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ഏരിയാസ് ഉണ്ട്. ഈ റൈറ്റിംഗ് ഇതിൽ തന്നെ ഒരു പുതിയ ടെറൈൻ ആയതുകൊണ്ടും പുതിയൊരു സംഭവങ്ങളായതുകൊണ്ടും ചിലപ്പോൾ നമ്മളൊരു കഥയിൽ ലോക്കായി കഴിഞ്ഞാൽ അതിൽ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഒരു ഡയറക്ടർ വന്നാൽ തന്നെ അതിൻ്റെ ഒരു ഷൂട്ടിംഗ് സ്ക്രിപ്റ്റിൽ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാന്നുള്ളൊരു സാധനം പറ്റില്ല, നമ്മൾ ലോക്കായി പോകും. കാരണം അത് നമ്മൾ മാറ്റുമ്പം വേറെ അടുത്ത വരുന്ന സീക്വൻസിനൊക്കെ അത് ബാധിക്കും. പക്ഷെ രാസയിൽ അങ്ങനെ ഉണ്ടായില്ല. രാസയിൽ എനിക്ക് തോന്നുന്നത് എനിക്ക് എഴുതിയ സിനിമകളെ പോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ട ഒരു സ്ക്രിപ്റ്റായിട്ട് രാസ്ത മാറ്റാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. രാസ്ത അവർ എഴുതിയേക്കുന്നത് ഒരു നോവല് പോലെ ഒരു ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള അവരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ളൊരു സാധനമാണ്. അതെനിക്ക് ഷൂട്ടിംഗ് സ്ക്രിപ്റ്റിലേക്ക് മാറ്റുമ്പം എനിക്കൊരു സുഖം ഉണ്ടായിരുന്നു. ഞാനൊരു റൈറ്റർ കൂടി ആയതുകൊണ്ട് എനിക്ക് അതിനുള്ള ഒരു മെറ്റീരിയൽ അതിൻ്റെ അകത്തുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് ചെറുതാക്കി സിനിമയ്ക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഒരു സാധനത്തിലേക്ക് കൊണ്ടുവരാന്നുള്ള ഒരു സാധനം രാസ്തയിലുണ്ടായിരുന്നു. ഇതിനോട് സക്കറിയയുടെ ക്ലൈമാക്സും ഭയങ്കര രസമായിരുന്നല്ലോ. പപ്പേട്ടന്റെ മൂവന്തിയാണ് ഇതില്, അതായത് ഡയറക്ടർ പറയുന്നതിന്റെ അടുത്ത് അങ്ങനെ പറയണ്ട, എന്നാൽ ഈ കഥയിലൂടെ ആ ഒരു ഐഡിയ എങ്ങനെയായിരുന്നു? മൂവന്തി അത് ആ ഒരു പോയിന്റ് മാത്രം എനിക്ക് ആ സിനിമയിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം സക്കറിയയുടെ ഗർഭിണികൾ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായത് പോലും ആക്ച്വലി ഞാൻ ഫ്രൈഡേ ഫിലിം ഹൗസ് പിന്നെ എൻ്റെ ആദ്യ സിനിമ മുല്ലമൊട്ട് മുന്തിരിച്ചാറിൻ്റെ സാറ്റലൈറ്റ് എടുത്തത് സൂര്യ ടി വിയാണ്. അപ്പം അന്നത്തെ ആ പടത്തിൻ്റെ പ്രൊഡ്യൂസർ സോമൻ സാറ് അമേരിക്കയിലാണ്. അപ്പോൾ അതിൻ്റെ സാറ്റലൈറ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഈ സിനിമയായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഞാനന്ന് ചെമ്പൂക്ക് താമസിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ വാഴക്കാലയിലാണ് സൂര്യയുടെ ഓഫീസ്. അപ്പോൾ എനിക്കറിയില്ല. അപ്പം നമ്മൾ നേരെ പോയി അവിടെ സൂര്യയുടെ ഓഫീസിൽ പോയിട്ട് ഇങ്ങനെ ഞാനൊരു സിനിമ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വെക്കണം. അപ്പോൾ അവിടെ വിജയ് ബാബുവാണ് അന്ന് പുള്ളി അവിടെ നിൽക്കുന്ന സമയത്ത്. അങ്ങനെ പുള്ളിനെ കാണിച്ചു. അങ്ങനെ പുള്ളിയായിട്ടുള്ളൊരു ബന്ധത്തിൽ പുള്ളി ആ പടം എടുക്കുകയാണ്. സൂര്യ ടി വിയാണ് ആ പടം എടുത്തത്. അത് എടുത്ത സമയത്ത് പുള്ളി ആ സിനിമ കണ്ടിട്ടാണ് അത് ഓടാണ്ടിരുന്നിട്ട് പോലും ആ സിനിമ വലുതായിട്ട് ഓടിയില്ല. പക്ഷേ അതിൻ്റെ ടേക്കിങ്സും ആ സിനിമയിലെ സീക്വൻസും സിനിമയും പുള്ളി കണ്ടതിന് ശേഷം പുള്ളിയാണ് എനിക്കൊരു ഓഫർ വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഒരു പടം പ്രൊഡ്യൂസറിൻ്റെ നീ ഡയറക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞ കഥ വേറെ ആയിരുന്നു. സാൻഡറിൻ്റെ അടുത്തും പിന്നെ വിജയ് ബാബുവിൻ്റെ അടുത്തും പറഞ്ഞ കഥ അതിന് അവരെനിക്ക് അഡ്വാൻസ് തന്നു. ആ പടമായിട്ട് മുമ്പോട്ട് പോയി അതിലെ കാസ്റ്റിംഗ് ഒക്കെ നടന്നു. പക്ഷെ അതിൻ്റെ ഡേറ്റ് കുറച്ച് കൂടുതൽ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അതിങ്ങനെ മാറി ഇന്ന് സമയത്ത് എനിക്കും മടുപ്പായി. അതിങ്ങനെ മാറി മാറി പോവാണ്. അപ്പോൾ ഞാൻ സാൻഡ്രനോട് പറഞ്ഞു, സാൻഡ്ര തിരിച്ചു പോവാണ്, നാട്ടിൽ പോവാം, നമുക്ക് ഈ ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് ക്ലാഷ് കാരണം പടം നടക്കില്ല. അപ്പോൾ സാൻഡ്ര നമ്മളൊരു കോഫി ഷോപ്പിലിരുന്ന് സംസാരിക്കുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പനമ്പിള്ളിയാറിൽ. അപ്പം ഞാൻ കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അത് പറയുമ്പോൾ സാൻഡ്ര എന്നോട് പറഞ്ഞാൽ ഇങ്ങനെ ഇതാവല്ല, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ മെയിൻ സ്ട്രീമിലുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ടാണ് നമ്മൾ ആ പടം പ്ലാൻ ചെയ്തത്. അന്നത്തെ ഒരു ന്യൂജൻ പടം പോലെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളായിരുന്നു. ഒരു 4 ബോയ്സും 4 ഗേൾസൊക്കെ ഉള്ള ഒരു സിനിമയാണ്. എൻ്റെ ഓർമ്മയിൽ ആസിഫ് അലി, ഇന്ദ്രജിത്ത്, അജു വർഗീസ്, പ്രതാപ് പോത്തൻ, പിന്നെ ഹിന്ദിയിലുള്ള ആൾ അമല പോൾ, ഇവരെല്ലാം കമ്മിറ്റ് ചെയ്ത പടമായിരുന്നു അത്. അത് ഞാൻ തന്നെ എഴുതിയ സ്ക്രിപ്റ്റാണ്.
അപ്പം അത് നീണ്ടു പോകുന്ന കാരണം, അത് എഴുതി കഴിഞ്ഞിട്ടും അത് കമ്മിറ്റ് ചെയ്തിട്ടും നീണ്ടു പോകുന്ന കാരണം ഞാൻ ഫ്രസ്ട്രേറ്റ്. കാരണം ഞാനിവിടെ ഇവരുടെ ഇതിൽ ഒരു ഫ്ലാറ്റ് എടുത്തിട്ട്, അന്ന് എനിക്ക് വന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് 5 മാസം കൊണ്ട് ഞാൻ വെറുതെ ഇരിക്കുക, സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റാണ്ട്. ഇവരുടെ ഡേറ്റും അതെ, ഡേറ്റ് വെച്ചാൽ ഒരാളുടെ മാറുമ്പോൾ നമുക്ക് കോമ്പിനേഷൻ എടുക്കാൻ പറ്റില്ല. പിന്നെ അത് നമ്പർ ഓഫ് ഡേയ്സ് കൂട്ടിയെടുക്കേണ്ട ഒരു പടമല്ല അന്നത്തെ കാലത്ത്. അത് ഒരു 40 ഡേയ്സിൽ തീരണം. അല്ലാതെ നമ്മൾ ഒരു ദിവസം ഷൂട്ട് ചെയ്ത് 2 ദിവസം ബ്രേക്ക് ചെയ്ത് കൊച്ചിയിൽ മാത്രം ഷൂട്ട് ചെയ്യേണ്ട ഒരു പടമായിരുന്നു. അപ്പോൾ അത് മാറുന്ന സമയത്ത് ഈ നമ്മൾ സംസാരിക്കുമ്പോഴാണ് സാൻഡ്ര എനിക്കൊരു ഓപ്ഷൻ വെച്ചത്. അവർ ലേഡി ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ അവരെന്നോട് മനുഷ്യ നമുക്കൊരു ഫീമെയിൽ ബേസ് ചെയ്തിട്ടുള്ള പിന്നെ ഒരു സിനിമ ചെയ്യാം അങ്ങനെ. അപ്പോൾ അന്ന് സിനിമ ഡിപ്പെൻഡ് ചെയ്യുന്നത് സാറ്റലൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഇന്നിപ്പം OTT-ലേക്ക് പോകുന്ന പോലെ സാറ്റലൈറ്റ് മാത്രം, സാറ്റലൈറ്റ് വാല്യൂ ഉള്ള ആർട്ടിസ്റ്റുകൾ വേണം. അതാണ് നമ്മൾ ആദ്യം പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് നോക്കുന്നത്. അപ്പം ഞാനത് ചോദിച്ചു, സാൻഡ്ര അങ്ങനെ നമ്മൾ ഫീമെയിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇത് ബിസിനസ് ചെയ്യും? അത് കുഴപ്പമില്ല, അത് നമുക്ക് നോക്കാം, നല്ല രസമുള്ള കണ്ടന്റാണ്, നമുക്ക് അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ വിജയ് ബാബു ഉണ്ടല്ലോ. അപ്പോൾ ആക്ച്വലി നമ്മളോരോ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ജ്യൂസ് കുടിച്ച് തീരുന്നതിന് മുമ്പ് അതിൻ്റെ ഉള്ളിലുള്ള എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് പോയത് നമുക്കൊരു ഒരു ലേഡീനെ മാത്രം വെച്ച് പോകുന്നതിനുള്ളൊരു 4 ലേഡീസിനെ വെച്ചിട്ടുള്ളൊരു സിനിമ, അല്ലെങ്കിൽ 3-4 സ്ത്രീ കഥാപാത്രങ്ങൾ വരുന്ന ഒരു സിനിമ ചെയ്യാം. അതൊരു ഓഫീസിലാവാം. അങ്ങനെ ഒരു സാധനം വെച്ചപ്പം ഓഫീസിലാവുമ്പം ക്ലീശയാവും. അവിടുത്തെ ഒരു ഇഷ്യൂസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയിന്റ് പെട്ടെന്ന് എനിക്ക് തോന്നിയതാണ് പ്രഗ്നൻസി. അപ്പം പ്രഗ്നൻസി വെച്ചിട്ടുള്ള ഒരു സാധനം 4 ഏജ് ഗ്രൂപ്പുകളിലാക്കാം. ഇവരെ കണക്ട് ചെയ്യുന്ന ഒരു ഗൈനക്കോളജിസ്റ്റും. ഇത് വിത്തിൻ 5 to 10 മിനിറ്റ്സിൽ ഉണ്ടായൊരു തോട്ട് പ്രോസസ്സാണ്. അത് ഞാൻ അപ്പം തന്നെ പറഞ്ഞപ്പം നമ്മുടെ കൺട്രോളറും ഉണ്ടായിരുന്നു. പുള്ളിയും സാൻഡ്രയും പറഞ്ഞ ഉഗ്രൻ രസമുള്ള സാധനമാണ്, ഇത് പെട്ടെന്ന് ഇതാണ് ചെയ്യാൻ. കൃത്യം പറഞ്ഞാൽ നമ്മളിത് കുടിച്ച് കഴിയുമ്പോൾ തന്നെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് പിന്നെ ലാലേട്ടൻ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു, സിദ്ദീഖ് ലാലെ. നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഗൈനക്കോളജിസ്റ്റ് ആയിട്ടാണ് ഈ പുള്ളിനെ വെക്കാമെന്ന് രീതിയിൽ പറഞ്ഞു. അപ്പം നീ സംസാരിക്കുന്നു, ഞാൻ അവിടെ നിന്ന് അപ്പം തന്നെ എണീച്ചിട്ട് ലാലേട്ടൻ നമ്മളിങ്ങനെ ഒരു സിനിമയുടെ, അപ്പം ലാലേട്ടനായിട്ട് ഞാൻ 2-3 പടം ചെയ്തിട്ടുണ്ട്. പച്ചമരത്തറിലെ പയ്യെന്ന് കുറച്ച് പടങ്ങളിൽ അസോസിയേറ്റ് ആയിരുന്നു. അപ്പം ഞാൻ എന്നെ കണ്ട് സംസാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇപ്പം കിട്ടിയൊരു തോട്ടാണ് ഇങ്ങനെ ഗൈനക്കോളജി, നീ സ്ക്രിപ്റ്റായിട്ട് പോകാമെന്ന് പറഞ്ഞു. കൃത്യം ഒരു 25 ദിവസം കൊണ്ട് ഞാൻ അതിൻ്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് എഴുതി. ഒരു സ്ക്രിപ്റ്റ് ആയതിൻ്റെ പിറ്റേന്ന് തന്നെ ലാലേട്ടനെ കണ്ട് പുള്ളി ഓക്കെ, വിത്തിൻ 10-15 ഡേയ്സ് ഷൂട്ടും തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ അതിൽ വന്നത്. അതിൽ നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിലുള്ള ഈ സനുഷൻ്റെ അതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും റിയൽ ലൈഫ് ക്യാരക്ടേഴ്സാണ്. ഈ ഗീത ചെയ്തൊരു ക്യാരക്ടർ. ഇപ്പം ഞാൻ സത്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ സിനിമകൾ ഇറങ്ങിയ ഡേറ്റ് ഒന്നും എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മയില്ല. എല്ലാവരും വലിയ ആൾക്കാർ പോലും പിന്നെ എപ്പോഴും അവർ ചെയ്ത പണ്ടത്തെ സിനിമേൻ്റെ ഡേറ്റുകൾ ഇങ്ങനെ ഓർമ്മിച്ച് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഷെയിം പോലെ. ഞാൻ എൻ്റെ സിനിമ ഞാൻ അത്ര സീരിയസ് ആയിട്ട് കണ്ടില്ലേ എന്നുള്ളൊരു കുറ്റബോധമൊക്കെ ഉണ്ട്. എൻ്റെ അടുത്ത് ഇപ്പം പറയുകയും ചെയ്താരോ, നീ അത് സീരിയസ് ആയിട്ട് കാണാത്തതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ ഈ ഗീതയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ളൊരു പേപ്പർ കട്ടിങ് എൻ്റെ ഓർമ്മയിലായിരുന്നു. ഒരു 19-60 വയസ്സുള്ള ഒരു ലേഡി ആർട്ടിഫിഷ്യലി പ്രഗ്നൻ്റ് ആവുകയും ആ കൊച്ച് ഒരു 2 വയസ്സുള്ളപ്പോൾ മരിച്ചു പോകുന്നൊരു സാധനം. അപ്പോൾ അത് അങ്ങനെ ഒരു സംഭവം പോയി. സാൻഡ്ര ചെയ്തൊരു ക്യാരക്ടറുണ്ട്, അതെനിക്ക് തോന്നുന്നത് ഒരു ഇംഗ്ലീഷ് സ്റ്റോറിന്നാ, അങ്ങനെ എന്തോ ഒരു സ്പാർക്ക് ചെയ്തൊരു സാധനമാണ് എനിക്ക് തോന്നുന്നത്. ഇതും സനുഷൻ്റെ ക്യാരക്ടറും ഒരു +2 പഠിക്കുന്ന ഒരു കുട്ടി, അവളുടെ വീട്ടിൽ നിന്ന് തന്നെ ഉള്ള ഒരു അബ്യൂസിൽ ഇങ്ങനെ വരുന്ന ഒരു സാധനം ഉണ്ട്. പക്ഷെ അതിങ്ങനെ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത് എനിക്കൊരു സംശയം കാര്യമുണ്ട്. ഷൂട്ടൊക്കെ ചെയ്തു, എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നു. അപ്പം എഡിറ്റ് നടക്കുന്നത് നമ്മുടെ രഞ്ജിത്ത് അച്ചിറുണ്ട്, അവൻ്റെ സ്റ്റുഡിയോ നടക്കുമ്പോഴാണ് ഒരു ദിവസം നമ്മൾ എഡിറ്റിൻ്റെ ഇടക്ക്, അല്ലെങ്കിൽ പടം ഇറങ്ങാൻ ഇനിയും 2-3 ആഴ്ച മാത്രമേ ഉള്ള സമയത്ത് ഇത് എങ്ങനെയാണ് എന്നുള്ളൊരു സാധനം വരികയും ആ ഒരു ഇതിലേക്ക് പത്മരാജൻ്റെ കഥ കണക്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു സാധനത്തിലേക്ക്. അല്ല, അത് ഈ പുസ്തകം കൊടുക്കുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ മൂവന്തി എന്നുള്ള കഥ എന്താണെന്നൊന്നും ആർക്കും എല്ലാവരും വായിച്ചിരിക്കണമെന്നില്ല. അപ്പം ആ പുസ്തകം കൊടുക്കുന്ന ഒരു സാധനം ഉണ്ട്, അത് കണക്ട് ആവോ ഇല്ല എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ആ ആനിമേഷൻ അതിൽ കാണിച്ചത്. പക്ഷെ ആനിമേഷൻ അന്ന് ഭയങ്കരമായിട്ട് അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു. ആ ആനിമേഷനിൽ അത് കാണിച്ച സാധനം. ഈ രാസ്തയില് ചോദിക്കുകയാണെങ്കിൽ, ഇത് അൾട്ടിമേറ്റ്ലി സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് ആണല്ലോ. പ്രത്യേകിച്ച് ഇത്രയും വലിയ ലാൻഡ്സ്കേപ്പിൽ ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ
ലാൻഡ്സ്കേപ്പിനാണ് ആളുകളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു പവർ ഉണ്ടെന്ന് എപ്പോഴും വിചാരിക്കുന്നു. വിഷ്വലാണല്ലോ ആളുകളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. രാസ്തയുടെ ഈ പറഞ്ഞ വിഷ്വൽ ലാംഗ്വേജ് സെറ്റ് ചെയ്യുന്നതിൽ കൂടുതൽ വൈഡ് ലെൻസുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആളുകൾക്കൊപ്പം തന്നെ ഈ ലാൻഡ്സ്കേപ്പിന് ഒരു ക്യാരക്ടറായിട്ട് യൂസ് ചെയ്യാം. ഈ വിഷ്വൽ ലാംഗ്വേജ് ഫസ്റ്റ് റീഡിങ്ങിൽ തന്നെ മനസ്സിലോട്ട് വന്നിരുന്നു. ഈ ഡെസേർട്ട് മാത്രമല്ല, നമ്മൾ ടോട്ടൽ ടെറൈൻ തന്നെ ഒമാൻ പോലത്തെ ഒരു സ്ഥലം, അതും വിഷ്വലിന് നോക്കി. കാരണം നമ്മൾ അധികം കണ്ടിട്ടില്ല. ചിലപ്പം എനിക്ക് തോന്നുന്നത് പിന്നെ ഒരു സോങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചില സീക്വൻസുകളൊക്കെ നമ്മൾ ഇവിടുത്തെ അവിടെ പോയി ഷൂട്ട് ചെയ്യുന്നുണ്ടാവാം. മൊത്തമായിട്ട് അത് കംപ്ലീറ്റ് പടം അതല്ലേ. ഒരു ഇന്റർവെൽ വരെ എനിക്ക് തോന്നുന്നത് ഒമാൻ ടൗൺ, അവിടുത്തെ മബേല, സൂറത്ത്, അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങൾ ആണ് നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നത്. പിന്നെയാണ് ഡെസേർട്ടിലേക്ക് പോകുന്നത്. അല്ല, പെർട്ടിക്കുലർലി വിഷ്വലി ഭയങ്കരമായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഞാൻ ഈ കണ്ടന്റിൽ തന്നെയാണ് ഫോക്കസ് ചെയ്തത് കേട്ടോ. കാരണം നമുക്ക് ഒരുപാട് ട്രാവൽ ചെയ്ത് അവിടുത്തെ എല്ലാം ക്യാപ്ചർ ചെയ്യാനുള്ള സമയവും ഇതും ഇല്ല. ഈ പറഞ്ഞ പോലെ പെർമിഷൻ്റെ പ്രശ്നങ്ങളും, പിന്നെ നമ്മുടെ കൂടെയുള്ള പ്രൊഡ്യൂസേഴ്സും എല്ലാവരും പുതിയതാണ് സിനിമയിൽ. അവിടുത്തെ പെർമിഷൻ്റെ പ്രശ്നങ്ങളും നമ്മൾ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഇത്രയും ക്രൂ പോയിട്ട് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നവും അവിടുത്തെ പെർമിഷൻ്റെ കാര്യങ്ങൾ കൊണ്ട് ഫസ്റ്റ് ഡേ നമ്മളെ ക്യാമറ 2 ദിവസം അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചു എയർപോർട്ടിൽ. അപ്പോൾ 2 ദിവസം ഷൂട്ട് ചെയ്യാണ്ട് പറ്റിയില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ നമുക്ക് ഈ സിനിമയുടെ നമ്മുടെ ട്രയലും കാര്യം ഒരുപാട് അവിടുത്തെ പോലീസോ അവിടെ ഹെലികോപ്റ്ററും അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യേണ്ട കുറേ സാധനങ്ങളുണ്ട്. അപ്പം നമുക്ക് അത് എങ്ങനെ ഷൂട്ട് ചെയ്യാന്നല്ലാതെ അവിടുത്തെ ഒരു ട്രാവൽ ചെയ്ത് ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാനുള്ളൊരു സംഭവം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഇന്നലെ ക്യൂബിൽ നിന്ന് പടം ഒന്നുകൂടെ അപ്ലോഡ് ചെയ്തിട്ട് കണ്ടു. ഞാൻ ഭയങ്കര ഒരു കോൺഫിഡൻസ് എൻ്റെ ഉള്ളിലുണ്ട്. ഞാനങ്ങനെ പറയാറില്ല, നമ്മളെ സിനിമ കണ്ടിട്ട് ഓഡിയൻസ് തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷെ തീർച്ചയായിട്ടും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്നൊരു പടമാണ്. ഇതൊരു ഭയങ്കര ബഡ്ജറ്റ് ഓറിയൻറ്റഡ് പടമല്ല, വളരെ ചെറിയ ഇതിൽ നമ്മളെ താരതമ്യേന പുതിയ ആൾക്കാർ അഭിനയിച്ചൊരു സിനിമയാണ്. പക്ഷേ വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതെ, നമ്മളെ ഇതേ ടെറൈനിൽ വരുന്ന ഒരു ആടുജീവിതം ഒന്നും ആയിട്ട് ഒരു കമ്പാരിസൺ ഒന്നും ഇല്ലാതെ നമ്മൾ പോയി കണ്ടു കഴിഞ്ഞാൽ ഒരു ശരാശരി ഓഡിയൻസിന് ഒരു കുഴപ്പമില്ലാത്തൊരു അനുഭവം തന്നെയായിരിക്കും രാസ്ത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഇത്രയും നാളായിട്ട് സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. ഈ സിനിമയുടെ ട്രെൻഡുകൾ മാറുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കാം. ഇത് പെട്ടെന്നുള്ള സ്വിച്ചിങ് ആയിരിക്കാം, അടുത്ത ട്രെൻഡിലോട്ട് മാറുന്നു, അല്ലെങ്കിൽ ആളുകൾ മൊത്തം സ്റ്റൈല് മാറുന്നു, എഡിറ്റിൽ സ്റ്റൈലിങ് മാറുന്നു, വിഷ്വലിൽ മാറുന്നു, ഇതെല്ലാം പെട്ടെന്ന് സംഭവിക്കുന്നുണ്ട്. ഇതിനോടൊക്കെ അഡാപ്റ്റായി അതിലോട്ടോ അല്ലെങ്കിൽ പുതിയതോ കൊടുക്കുക എന്നുള്ളതാണ് എപ്പോഴും ഒരു മേക്കർ ഉത്തരവാദിത്തം എന്നുള്ളത്. ആളുകൾ എപ്പോഴും പുതിയത് കൊടുത്ത് അവരെ സിനിമയായിട്ട് കണക്ട് ചെയ്ത് നിർത്തുക എന്നുള്ളത്. ആസ് എ മേക്കർ, റൈറ്റർ, ഓഡിയൻ, അപ്ഡേഷൻ എങ്ങനെയാണ് സിനിമയുടെ? അപ്ഡേഷൻ ഒരു ഇന്നത്തെ ഒരു പ്രേക്ഷകനെ, ഞാൻ അൾട്ടിമേറ്റ്ലി നമ്മളൊക്കെ ഒരു ഓഡിയൻ ആണല്ലോ. ഞാൻ ഒരു ഡയറക്ടറെക്കാളും ഉപരി അല്ലെങ്കിൽ ഒരു ആക്ടറോ അല്ല, അതിനേക്കാളൊക്കെ ഉപരി നമ്മളൊരു പ്രേക്ഷകനാണ്. സിനിമ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നമുക്ക് അതിനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പം ഞാൻ ട്രെൻഡിൽ വിശ്വസിക്കുന്നില്ല. ട്രെൻഡ് ഇപ്പം നമ്മളിപ്പം നേര് വന്ന് ഭയങ്കര ഹിറ്റായി കഴിഞ്ഞാൽ ഇനി എല്ലാവരും കോർട്ട് അങ്ങനെ അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. നേര് വന്നില്ല, നേര് വേറൊരു കോർട്ട് പടം കണ്ടിട്ടല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡിൽ വിശ്വസിക്കുന്നില്ല. പിന്നെ ചില ടെക്നിക്കൽ ചില സാധനമുണ്ട്, എഡിറ്റിലുള്ള ചില സാധനങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഫോർ ദ പീപ്പിൾ എന്നൊക്കെ അന്നത്തെ അതൊരു ട്രെൻഡാണ്. കാരണം അങ്ങനത്തെ ടെക്നിക്കൽ ഫാസ്റ്റ് കട്ടുകൾ. അത് മാത്രമല്ല, അതിന്റെ ആന്റണി എന്ന് പറഞ്ഞാൽ ആ എഡിറ്ററെ നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്ത് നമ്മൾ ഓർമ്മിച്ച് പറയുന്നത്. കാരണം ഒരു ഡയറക്ടർക്ക്, നല്ലൊരു ഡയറക്ടർ, ഞാൻ പഠിച്ച സ്കൂളിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾക്ക് കൃത്യമായിട്ട് ഷോട്ട് എടുക്കുമ്പോൾ അറിയാം, ഇതാണ് ഞാൻ ഇവിടുന്ന് ഇടുന്ന റിയാക്ഷൻ, ഈ ക്ലോസ് ആണ് ഇടുന്നത്, ഇവിടെ ഞാൻ 2 ഷോട്ടാണ് വെക്കുന്നതെന്ന് അറിയാം. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും പുള്ളി ഷോട്ട് ഡിവൈഡ് ചെയ്യുന്നതും വിഷ്വൽ ചെയ്യുന്നതൊക്കെ. അത് എഡിറ്റർക്ക് ഞാൻ മനസ്സിലാക്കുന്നത്, അന്നത്തെ സ്കൂളിൽ മനസ്സിലാക്കുന്നത്, പ്രത്യേകിച്ച് ഇതിങ്ങനെ ഒട്ടിച്ച് വെക്കുക എന്നുള്ളൊരു പരിപാടിയേ ഉള്ളൂ. വളരെ ചുരുക്കമായിരിക്കും സാർ ഇതിങ്ങനെ ഈ ഷോട്ടൊന്ന് ഷഫിൽ ചെയ്തിട്ട് എടുത്ത് ഞാൻ കേട്ടതേ. ഞാൻ ജോസ് സാറിൻ്റെ കൂടെ ഇരിക്കുമ്പം അവർക്ക് പറയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് അവർക്ക് വേറെ ഒന്നും ക്രിയേറ്റീവായിട്ട് എൻ്റെ മുമ്പിൽ ഒരു അത്ഭുതം ആസ് എൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഞാൻ അവിടെ നിൽക്കുമ്പോൾ എഡിറ്റിംഗ് റൂമിൽ നിന്ന് എനിക്ക് കിട്ടാറില്ല. എഡിറ്റ് കണ്ടിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ പുതിയ കുറേ ആൾക്കാരിൽ അവർ 3 ക്യാമറയൊക്കെ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പം നമുക്ക് 3 ക്യാമറയിൽ 3 ആംഗിളിൽ ഒരേ സീൻ എടുത്തത്. ഇപ്പം എനിക്കിപ്പം അറിയില്ല, നമ്മൾ 2 ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുമ്പം ഞാൻ പറയുന്നതാണോ, ഞാൻ പറയുന്ന കേൾക്കുന്നത് നിങ്ങളുടെ റിയാക്ഷനാണ് ഇടുന്നതെന്ന് നമുക്കറിയില്ല. 2 ക്യാമറ ഉണ്ട്. അത് എഡിറ്റിംഗ് റൂമിൽ നടക്കുന്ന സാധനമാണ്. അപ്പോൾ മാറ്റാൻ പറ്റുന്ന ഒരു ഏരിയയാണ് എഡിറ്റിംഗ്. അതിൻ്റെ ഫ്രീഡം ഡയറക്ടർക്ക് കൊടുക്കണം, ഡയറക്ടർ ആ ഫ്രീഡം അറിയാൻ പറ്റണം. പുള്ളിക്കൊരു ബേസിക്കലി ഇതിൻ്റെ ഒരു സീരിയസ്നെസ് വിട്ടുപോകാത്തൊരു എഡിറ്റിംഗ് പാറ്റേൺ ഇതിലുണ്ട്. അതല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം, നമുക്ക് ക്രിയേറ്റീവായിട്ട് അതാണ് വേണ്ടത്.
അപ്പൊ അങ്ങനെ അതാ ഞാൻ പറഞ്ഞത് ട്രെൻഡ് ആവുന്നതെന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു പാറ്റേൺ ഒക്കെ ടെക്നിക്കലി സിനിമയിൽ വരുന്ന മാറ്റങ്ങൾ. ഇപ്പൊ ഞാൻ അന്ന് നോട്ടീസ് ചെയ്തത് ഇപ്പൊ അങ്ങനെ ഇല്ല കേട്ടോ. ഇപ്പൊ ഞാൻ കാണാറില്ല നമ്മൾ അങ്ങനെ എക്സൈറ്റ്മെന്റ് ചെയ്യിക്കുന്ന ഒരു സാധനം. ഇപ്പം OTTയോ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പോലത്തെ അതിലൊക്കെ വരുന്നത് നമ്മൾ ഒരുപാട് സീരീസ് ഒക്കെ കാണാൻ തുടങ്ങിയപ്പം ടെക്നിക്കലി നമ്മൾ ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന സാധനങ്ങൾ എന്നെ നമുക്ക് അങ്ങനെ ഇല്ല എന്നാണ് എപ്പോഴും ഞാൻ തിയേറ്റർ വാച്ചാണ് ആഗ്രഹിക്കുന്നത്. കാരണം എനിക്കൊരു എത്ര ഗംഭീര OTTയിൽ അഭിപ്രായം കിട്ടിയ പടങ്ങളും നമ്മളെ പ്രായം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അത്രയും സിനിമകൾ കണ്ടുവരുന്നതുകൊണ്ടായിരിക്കാം ഒറ്റ സ്ട്രെച്ചിൽ ഇരുന്നിട്ട് എനിക്കൊരു മൊബൈലിലോ ഒരു ലാപ്ടോപ്പിലോ കാണാൻ പറ്റുന്നില്ല. നമ്മളത് എത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണെങ്കിൽ ഇടയ്ക്ക് പോയി നമ്മൾ മൈൻഡ് ഡൈവേർട്ടായി നമ്മൾ മറ്റു ഫോണിൽ ബാക്കി കാര്യങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പിന്നെയും വന്നിങ്ങനെ പോകുന്ന ഒരു സാധനമുണ്ട്. ട്രെൻഡിങ് എന്ന് പറയുന്നത് അയാളുടെ അന്നത്തെ എഡിറ്റിംഗ് ആ പടത്തിലൊരു ട്രെൻഡായിരുന്നു. ട്രെൻഡ് പിന്നെ അതുപോലെ സോങ്സ് വിഷ്വൽ ചെയ്യുന്നതിൽ സൂര്യ അഭിനയിക്കുന്ന പടങ്ങൾ ഞാൻ എപ്പോഴും നോട്ടീസ് ചെയ്തിട്ടുണ്ട്. തമിഴിൽ രസകരമായിട്ട് സോങ്സിൽ അവർ അങ്ങനത്തെ ട്രെൻഡി എഡിറ്റ്സ് ഒക്കെ യൂസ് ചെയ്യും. ഒരു പക്ഷെ അന്ന് ട്രെൻഡി പിന്നെ ട്രോളും പ്ലഗിൻസ് ഗജനിയിലെ ട്രോൾ മെറ്റീരിയൽ അന്നത് ഭയങ്കര ട്രെൻഡി ആയിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളിലാണ് ടെക്നിക്കൽ കാര്യങ്ങളാണ് എന്തെങ്കിലും ട്രെൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പുതിയൊരു അപ്ഡേഷൻ നമുക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ CG ഇപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മുടെ പുതിയ CGന്റെ കാര്യങ്ങളും ഇനിയുള്ള ഒരു കാലത്ത് അതൊരു ട്രെൻഡ് ആയിട്ട് വരും. നിയർലി ഇമ്പോസിബിൾ എന്ന സാധനങ്ങൾ വരെ നമുക്ക് പോസിബിൾ ആക്കി മാറ്റാൻ പറ്റുന്ന തരത്തിൽ CG കൊണ്ട് ഭയങ്കര ഗുണമുണ്ടാവുന്നുണ്ടോ. എന്തായാലും എല്ലാവിധ ആശംസകളും രാസ്ത വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടട്ടെ. താങ്ക് യു.